സൂറത്ത് നാസ് വരെ ഓതി, ഖത്തമുൽ ഖുർആൻ മൊത്തം തീർത്തു. എന്നാൽ അവൻ സൂറത്ത് നാസ് വരെ ഓതിയാലും ഒന്നുകൂടി അവൻ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ ഓതി വെക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു മനുഷ്യൻ ഖത്തം മുഴുവൻ ഓതി, അതായത് ഖുർആൻ മൊത്തം ഖത്തം ഓതി തീർത്താൽ മലക്കുകൾ സന്തോഷിക്കും. ആ മലക്കുകൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ വേറെ ആളും സന്തോഷിക്കും. ആരാണ്? ഇബ്ലീസും സന്തോഷിക്കും. ഇബ്ലീസ് എന്തിനാ? ഖത്തം തീർത്തതിനല്ല സന്തോഷിക്കുന്നത്. ഓ, ഇവനിപ്പോൾ ഖത്തം തീർത്തല്ലോ, ഇനി അവൻ അടുത്ത ഖത്തം ഓതില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് അവൻ സന്തോഷിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഖത്തമുൽ ഖുർആൻ ഓതിയിട്ട് അടുത്ത ഖത്തത്തിന് വേണ്ടി നമ്മളത് ഓതട്ടെ ഓതാതിരിക്കട്ടെ, അടുത്ത ഖത്തം നമ്മൾ തുടങ്ങി വെക്കൽ. ഒരു ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ കുറച്ച് ആയത്തും കൂടി ഓതി വെച്ചാൽ ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ എന്ത് ചെയ്യും? നാണിച്ച് അവൻ പേടിച്ചു പോകുമെന്നാണ്. അപ്പോൾ നമ്മൾ കാരണം ഇബ്ലീസ് പേടിക്കണം, നാണിക്കണം. അതിനെന്താ? നമ്മൾ ഖത്തം ഓതി കഴിഞ്ഞാൽ വീണ്ടും